ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. പക്ഷെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അവിടെ ഇരുന്ന് വന്ന പുറത്തുനിന്ന് കഴിച്ചു. കൊടുമുടിക്കാവിൽ പോയി തൊഴുതുണ്ടായിരുന്നു ഞാനും വീട്ടിൽ കൂടെ. അപ്പോൾ അത് ലോങ് വീഡിയോ എടുത്തില്ല, ഷോർട്സ് ആയിട്ട് എടുത്ത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ പോയത് ലോങ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് ചാന്താട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി തൊഴുത് ഞങ്ങൾ പോകുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് എന്താ നമ്മൾ ഭൂരി മസാല കഴിച്ചിട്ടുണ്ടായിരുന്നു. കടമുടിക്ക് കൊടുന്ന് അവനും കഴിച്ചു. ഇനിയിപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും അവിടെ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നോക്കും ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. ഏട്ടനും അനിയനും അവരുടെ വൈഫും നാത്തുമാരും പിന്നെ പറഞ്ഞ പോലെ അമ്മ എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും. അപ്പോൾ അവർ കുറേ ആയി വന്നിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബീഫ് വാങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട്. പയറൊക്കെ അരിഞ്ഞ് വെച്ചു. പയറൊക്കെ നല്ല അരിഞ്ഞ് വെച്ചതാണ്. സവാള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇത്തിരി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് പയറും ചെമ്മീനും വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ലോങ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഷോർട്സിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചൂരി, ചെമ്മീന്, പിന്നെ മത്തിയൊക്കെ ആ ഏട്ടന്മാർ വെറുതെ ഇട്ടുന്നതാണ്. നല്ല ബഹളം ഉണ്ട്, അപ്പുറത്ത് പണി നടക്കണമായുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് നിൽക്കുന്നില്ല. നമ്മളിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവർ വരണം. അങ്ങനെ കുറച്ച് നല്ല നല്ല എന്താ പറയുക, നല്ലതല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഞാൻ ബാക്കി കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. എനിക്ക് ആരെങ്കിലും വരികയെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തോളം ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ തന്നെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് വിറകുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ അവരെന്തെങ്കിലും സഹായിക്കാനൊക്കെ കയറുമ്പോൾ എനിക്ക് എന്തോ പോലെ ആട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിട്ടോ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ അങ്ങനെയൊക്കെ തോന്നും എനിക്ക്. അപ്പോൾ എനിക്ക് ആരെങ്കിലും വരുമ്പോഴേക്കും കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കണം. എനിക്ക് അവരുടെ അടുത്തൊക്കെ കാര്യം പറയാൻ വേണ്ടി പറ്റണം. അതിപ്പോൾ ചേച്ചി വരികയാണെങ്കിലും ശരണ വരികയാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് വരണം, ആര് വരികയാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ആരെങ്കിലും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക, അങ്ങനെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഷടപടേ തന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യം തന്നെ ചോറ് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഇപ്പം എന്താ വെച്ചാൽ പിള്ളേർക്കില്ലേ ഇനി എങ്ങാനും വിഷ്കോ വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് ഓൾറെഡി ഞാൻ തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ടിട്ട്. പിന്നെ മീൻ വന്നിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഒരു പയറും ചെമ്മീനും കൂടെ എന്നാണ് ഞാൻ ഷോർട്സിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വീട്ടിൽ അവരാരും കഴിച്ചിട്ടില്ലല്ലോ, നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഷോർട്സിലല്ലേ കാണുക. അപ്പോൾ അവർക്കും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ചെമ്മീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ചധികം നേരം വൈകും. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തലേ ദിവസം. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബീഫ് അങ്ങോട്ട് വഴറ്റിയിട്ട് അങ്ങോട്ട് വരട്ടാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ മെല്ലെ ആയിക്കോളും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സമാധാനത്തിൽ ചെയ്യാം. ഇതൊക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ട്രിപ്പ് ചോറാവുകയും ചെയ്യും. അപ്പോൾ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ രാത്രി ഞാൻ ശരിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കണ്ണും നീറുന്നില്ല കേട്ടോ. നമ്മളില്ലേ ഈ സവാള അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് കണ്ണ് നീറില്ല കേട്ടോ. ആ എരിവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു ആശ്വാസമായിപ്പോയി. പിന്നെ കുറച്ചധികം ചെറുള്ളി ഞാൻ എടുക്കാറുണ്ട്. മിക്കതും ചെറുള്ളിയാണ് മീറ്റിലേക്ക് അധികം കൂടുതൽ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്രയും ഇരിക്കണം. ഒരു 2 പിടിയോളം ചെറുള്ളി ആക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുജീരവും കൂടെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം. അത് നമുക്ക് മീൻകറിക്കും കൂടെ വേണം. മീൻകറിയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫാണ്. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, ഈ സ്പൈസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗ്രാമ്പൂ, പട്ട, ഏല പൊട്ടിക്കുന്നത് ഈ ഒരു ചിക്കൻ കറി ആയിക്കോട്ടെ ബീഫിലേക്ക് ആയിക്കോട്ടെ. അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഒരു പിടിയുടെ അധികം ചെറുള്ളി അരിഞ്ഞതും ഒരു 2 കുഞ്ഞ് സവാളയും പച്ചമുളകും ഉപ്പും കൂടെ ആ ഒരു സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിലും സവാള വഴണ്ടി കിട്ടിക്കോളൂ കേട്ടോ. അതൊന്നും കുഴപ്പമുള്ള സീനുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഞാനൊരു ഉള്ളിയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് കൂടെ ഇട്ടു. കുറച്ചധികം വേപ്പില്ല. നമുക്ക് അപ്പുറത്തെ താഴത്തുനിന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ നെയ്ബർ അയൽവാസി വീട്ടിൽ നിന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് വേപ്പില ചോദിച്ചിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു കഴുകിയിട്ട് ഇനി ആവശ്യത്തിൽ അധികം ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് എല്ലാ കാര്യത്തിലല്ല, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മീൻ കറി ആയിക്കോട്ടെ, മീൻ വറുത്തതായിക്കോട്ടെ, ചിക്കൻ കറി എന്തിലായാലും വേപ്പില ഇടുന്നത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. പിന്നെ വിചാരിച്ചൊന്നൊരു മോരുകറിയും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. നാളികേരം ഓൾറെഡി നമ്മൾ എന്താ പറയുക ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നാവ് ഉളുക്കണു ഓരോന്ന് പറയുമ്പോൾ. അപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് നാളികേരം, നല്ല ജീരകം, കുറച്ചധികം ചീനമുളക്, ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളി, ചെറുള്ളി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ കൂട്ടി അരക്കുകയാണ്. കണംകുട്ടി ഇതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് റെഡ് മയാണ്. എന്താ വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസിനല്ല, പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയതാണ്. ക്രിസ്മസിനൊക്കെ എല്ലാവരും വെക്കേഷനും കാര്യമൊക്കെ ആയിട്ട് എടുത്തമ്മയും ശ്രുതിയൊക്കെ അവർ വീട്ടിൽ പോകും. അപ്പോൾ അവരാരും കിട്ടില്ല. ക്രിസ്മസ് നമ്മൾ ചെറുതായിട്ട് നമ്മൾ 3 ആളും അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസിന് മുന്നേ ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടും. അപ്പോൾ എന്താ പറയുക, അറിയാതെ എല്ലാവരും റെഡായി. ഞാൻ റെഡ്, കണ്ണൻകുട്ടി റെഡ്, അങ്ങനെ കേട്ടോ. പിന്നെ മോര് കറിക്കുള്ളത് അരച്ച് കഴിഞ്ഞപ്പോൾ ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, കടുക്, നമ്മുടെ ഉലുവ പൊട്ടിച്ചു, വറ്റൽമുളക്, വേപ്പില, അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ അരച്ചിരിക്കണേ ഈ അരപ്പില്ലേ, ഇത് ഞാൻ തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കുക. ഇപ്പം ഞാൻ ആ ഒരു മോര് കറിക്കുള്ള അരപ്പില്ലേ, നാളികേരം, അതിനകത്ത് വെള്ളമല്ല തൈര് ഒഴിക്കും. എന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് ചൂടായാൽ മതി, തിളയ്ക്കരുത്, തിളയ്ക്കുമ്പോൾ പിരിഞ്ഞു പോകും. ഒന്നും കൂടി ചൂടായി കിട്ടിയാൽ ഓഫ് ചെയ്യാം കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ മോര് കാച്ചിയത് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. മോര് കറി, ഈ ഒരു ബീഫ് ഫ്രൈയിലേക്ക് മോര് കറി സീന് സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ണം കുട്ടിക്കുക. അപ്പോൾ അത് കാരണമാണ് മോര് കറിയും കൂടെ സെറ്റാക്കിയത്. ഇപ്പുറത്ത് പിന്നെ ഞാൻ വഴറ്റാനുള്ളത് കുറച്ചും കൂടെ ഹൈ ഫ്ലെയിമുള്ള ഈ ഒരു സ്റ്റെവിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ എല്ലാം വഴണ്ടി വന്നപ്പോൾ തക്കാളി ഇട്ട് അതൊന്ന് വാടി വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല എല്ലാം ഇട്ട് കൊടുത്തു, പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മുടെ ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നാളികേരക്കൊത്ത് നമുക്ക് അതിനകത്ത് ലാസ്റ്റ് ഇടണം. എനിക്ക് ബീഫ് ഫ്രൈയിലേക്ക് നാളികേരക്കൊത്ത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതാണ്ടില്ലേ, ഇത് തലേ ദിവസം ഞാൻ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ആ നെയ്യൊക്കെ അങ്ങനെ കട്ടായിട്ടുണ്ട്. നല്ല മീറ്റായിരുന്നു കേട്ടോ അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ മീറ്റും മസാലപ്പൊടികളൊക്കെ ഒരു മെയിൻ ഫാക്ട് എന്ന് വെച്ചാൽ മെയിനാണ്. മസാലപ്പൊടി കാര്യമായിട്ട് നന്നായിട്ടും കാര്യമില്ല മീറ്റ് നന്നായിട്ടില്ലെങ്കിൽ. അപ്പം നമുക്ക് വളാഞ്ചേരി ഞാൻ കാണിക്കാറുണ്ട്, അവിടെ നിന്നാണ് ബീഫ് മേടിക്കുക. അടിപൊളി, ഇതുവരെ കിട്ടിയ ബീഫൊക്കെ സൂപ്പർ സീനാണ്. അപ്പോൾ അത് കാരണം എല്ലാം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആ ബീഫും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റി പരണ്ട് വന്ന് ഇങ്ങോട്ട് വരട്ടി എടുക്കണം. കുറച്ച് സമയം പിടിക്കും. മോരുകറി വേറൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഉരുളിയും കാര്യങ്ങളൊക്കെ വേഗം അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ചെമ്മീൻ വേഗം കയ്യോടെ ആക്കാം. എന്താ വെച്ചാൽ നമ്മുടെ ബീഫ് വല്ലാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ ഇനി ഈ ഒരു ചെമ്മീനായാലാണ് നമുക്ക് ഉപ്പേരി അടുപ്പത്ത് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഷടപടേ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് പൂജുട്ടിയും ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ ഉണ്ടാക്കൽ ഇത്തിരി പാടാണ്. എന്താ വെച്ചാൽ കുഞ്ഞ് ചെമ്മീനല്ലേ, ഇതിങ്ങനെ നുള്ളി തൊലിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചധികം പാടായിരിക്കും. പിന്നെ ആ ഒരു നാരെടുക്കലും ഒക്കെ കൂടെ ആയിട്ട് കുറച്ചധികം നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം നിന്നു. എനിക്കൊരു പീരീഡ് അധികം മത്തിയും കൂടെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ചെമ്മീൻ മേടിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു നല്ലൊരു സൂപ്പർ മത്തിക്കറിയും കൂടെ വയ്ക്കാം, ഇരിക്കട്ടെ ഇങ്ങോട്ട് കേമാവട്ടെ എന്ന് വിചാരിച്ചു. ഏട്ടനനിയനൊന്നും എപ്പോഴും വരാറില്ല. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പുറത്താണ് വർക്ക് ഉണ്ടാവുക മിക്കതും. ചാലക്കുടി, എറണാകുളം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർക്ക് പുറത്തെ ഫുഡും കഥയായിരിക്കും. എന്താ വെച്ചാൽ ഈ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഇവർ തന്നെയാവും കുക്ക് ചെയ്യുക. പാവങ്ങൾ രാവിലെ ചോറ് വെച്ചാൽ അതന്നെ ഉച്ചയ്ക്കും കഴിക്കും. പിന്നെ രാത്രിയിൽ എന്തെങ്കിലും ഒരു കറിയൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് അവർക്ക് കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് അവിടെ വീട്ടിലുണ്ടാക്കി കൊടുക്കെങ്കിൽ കൂടെ എൻ്റെ കൈ കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ വെച്ചാൽ രണ്ടാളും നല്ല ഫുഡിയോളാണ്. ഞാൻ ഏട്ടനും അനിയനൊക്കെ ഭയങ്കര ഫുഡിയോളാണ്. പ്രത്യേകിച്ച് അനിയൻ, അവന് ഭയങ്കര ഫുഡ് താല്പര്യമുള്ള ആളാണ് കേട്ടോ. ഏട്ടനും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മൂന്നാൾക്കും ഫുഡിനോട്, പ്രത്യേകിച്ച് നോണിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഈ നോണാണ് കുറച്ച് കൂടുതലാക്കാമെന്ന് വിചാരിച്ചു. ഇറച്ചി മീൻ വെച്ചാൽ ബീഫ്, അപ്പോൾ പിന്നെ മീനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. എന്ത് കാര്യമാണെങ്കിലും നല്ലതാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തട്ടിപ്പൊളിയാണെന്നും പൊട്ടയാണെങ്കിൽ പൊട്ടയെന്നും പറയും. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി ഇത് പാളിയുണ്ട് കേട്ടോ കുറച്ചെന്ന് പറയും, ഇല്ലെങ്കിൽ എന്തോ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാനൊരു സന്തോഷമാണ്. അതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നിർവൃതിയാണ്. അപ്പോൾ കുറേ ആയി അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട്. വന്നാൾ ഏടത്തിയമ്മയും ശ്രുതിയും അമ്മയും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ശരണിയും ചേച്ചിയൊക്കെ വന്ന സമയത്ത് അന്ന് വന്നങ്ങോട്ട് പോയത്. അന്നും ഏട്ടനും അനിയനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് വരാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തകൃതിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണത്. ഇതാണ്ടോ നമ്മുടെ മീൻ ടാക്കൽ കഴിഞ്ഞ് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി. നമ്മുടെ പയർ തലേ ദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് നമ്മുടെ പയറും ചെമ്മീനും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ചെമ്മീനും പയറും വേവിക്കാം. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വേഗം വെന്തോളും ഈ ചെമ്മീനും പയറൊക്കെ. അത് കാരണം അപ്പോൾ ഞാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫിന് ഇത്തിരി അധികം സമയം വേണം, കുറേ നേരം ഇരുന്ന് വറ്റി ഡ്രൈ ആവണം കേട്ടോ. പിന്നെ ഞാൻ ഉള്ള സമയത്ത് വേഗം പാത്രങ്ങൾ കഴുകാണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ കൂടെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. ഇത് പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ പിഴിയുമ്പോൾ ആ പുളി മൊത്തത്തിൽ നമുക്ക് കിട്ടും. മറ്റേത് അപ്പോൾ വെള്ളം ഒഴിച്ച് പിഴിയുമ്പോൾ അല്ലേ പാടായിരിക്കും. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ പുളി വാഷ് ചെയ്യും. എവിടെയൊക്കെ ഇട്ടിട്ടാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ പൊടി ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കും. ഇത്ര കഴിയുമ്പോഴേക്കും പുളി കുതിർന്നോളും. ആ സമയം കൊണ്ട് കഴുകാനുള്ള പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ.
പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓടി വരും. അപ്പോൾ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഈ പണിക്കൊക്കെ അവരും കൂടും. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്ത് വെച്ചാൽ ഒരു സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല വന്നത്. വന്ന് പാടെ വേഗം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുകയാണ് ചെയ്തത്. എനിക്ക് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ചടപടേ തന്നെ വേഗം കാര്യങ്ങളൊക്കെ കഴിച്ചോളും. അങ്ങനെ ആടിപ്പാടി ചെയ്യണത് എനിക്കിഷ്ടമല്ല. ടപ്പേന്നൊരു പരിപാടി കഴിയും. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പാടൊന്നുമില്ല. ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു ഇതൊക്കെ തീർത്ത് വെക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ ഞാൻ അവരെ വിളിക്കും. അപ്പോഴേക്കും എൻ്റെ ഒരു ഇതൊക്കെ കഴിയും. അപ്പോൾ ഞാനൊരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. പാത്രം കഴുകൽ കഴിഞ്ഞ് കൈയോടെ തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴേക്ക് ഒന്നില്ലെങ്കിൽ പൂജുട്ടിയുടെ കൈ കൊണ്ടൊക്കെ ആയിരിക്കും ഈ മാവ് ഈ ഫേസ് പാക്ക് എന്തിൻ്റെയൊക്കെയോ അവിടെ ഇവിടെയൊക്കെ തൂയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എൻ്റെ കണ്ണിൽ കാണുമ്പോൾ കൈയോടെ അങ്ങോട്ട് തുടച്ചെടുക്കണതാണ് കേട്ടോ. അല്ലെങ്കിൽ കണ്ണുകുട്ടിയുടെ പണിയായിരിക്കും. ആരുടെയെന്ന് അറിയില്ല, അവിടെ ഇവിടെയൊക്കെ അല്ലേ എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നായതാണ്. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കി എടുത്ത് ആ ഒരു തുടപ്പൊന്ന് പിഴിഞ്ഞിട്ടു, കൈയൊക്കെ കഴുകി. ഇനി അടുത്ത പരിപാടി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കാണ് പൂച്ചക്കുട്ടി അപ്പുറത്ത് നിന്ന് കരയണത്. നമ്മുടെ ബീഫ് ആയിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴും വരും, നമ്മൾ ഫുഡ് കൊടുക്കും, കഴിക്കും. നല്ല രസമാണ് കേട്ടോ. സങ്കടം വരും. കാര്യം എന്താണെന്നറിയാം, നമ്മളിങ്ങനെ ചിലപ്പോൾ മീനൊക്കെയാണ് അല്ലെങ്കിൽ ചിക്കൻ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ അന്ന് 2 പീസൊക്കെ ഇട്ട് കൊടുക്കും. വലിയ ഈ തള്ളപ്പൂച്ച അമ്മ പൂച്ച കഴുകില്ല, ഈ കുട്ടികളെ കരഞ്ഞ് വിളിച്ച് വരുത്തും. എന്നിട്ട് കുട്ടികൾ വന്നിട്ട് ഈ 2 കഷ്ണം കഴിക്കും. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കില്ല. അപ്പോൾ ഞാൻ അതിനും കൂടെ ഒരു കഷ്ണം കൊടുക്കും. അങ്ങനെ അപ്പോഴാണ് അത് അമ്മ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ കുട്ടികൾ കഴിച്ചിട്ടാണ്. പൂച്ചകൾക്കും കൂടെ അത്രയും ഒരു മൃഗങ്ങൾക്ക് പോലും അറിയാം, ജന്തുക്കൾക്ക് പോലും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇല്ലേ. പൂച്ചോളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്ക് പേടിയാണ് തൊടാനും. ഈ പറഞ്ഞ പോലെ അവരെ ഇങ്ങനെ എടുത്ത് വരണതൊക്കെ എനിക്ക് പേടി. പക്ഷേ എനിക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് കഴിച്ചിട്ട് പൊക്കോളും. പിന്നെ ബീഫ് ഇങ്ങനെ വെള്ളം വറ്റി വരണ സ്റ്റേജാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വന്നു കേട്ടോ. അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ കുട്ടികളൊക്കെ എടുത്ത് പൊന്നാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ മലയ്ക്ക് പോയി വന്നതിൻ്റെ പ്രസാദം ഇപ്പോഴാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയിൽ കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ മാല ഉണ്ടായിരുന്നു പൂച്ചട്ടിക്ക്, കണ്ണൻകുട്ടിക്ക് ഒരു മാല ഉണ്ടായിരുന്നു, എനിക്ക് കമ്മലുണ്ടായിരുന്നു. ഞാൻ മുന്നൊക്കെ ഇങ്ങനെ വലിയ കമ്മലുണ്ട്. അപ്പോൾ താട്ടൻ്റെ വിചാരം, ഞാൻ ഏട്ടൻ്റെ താട്ടാന്നാട്ടോ വിളിക്കുക. അപ്പോൾ താട്ടൻ്റെ വിചാരം ഞാൻ ഇപ്പോഴും ആ വലിയ കമ്മലൊക്കെ ഇടും. ഇപ്പോഴും ഇടും കേട്ടോ. എനിക്ക് ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തോ വലിയ കമ്മലിടുമ്പോൾ എനിക്ക് എന്തോ ഒരു മാതിരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഫോട്ടോയിലൊക്കെ വലിയ കമ്മൽ വേണം. അങ്ങനെ പുറത്തേക്ക് ഇടാപ്പോൾ എന്തോ ഒരു കംഫർട്ട് കുറവ് പോലെ. എനിക്കിപ്പോൾ സ്റ്റെഡിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അമ്മോടൊക്കെ കാര്യം പറഞ്ഞു നിന്ന് നാളികേരം പൊട്ടിച്ച വെള്ളം ഞാൻ നമ്മുടെ പിങ്കിമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഇത് നമ്മുടെ ബീഫിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നാളികേരം കുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് സമാധാനമായി. ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ഉപ്പേരി ഒന്ന് റെഡിയാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടുള്ളൂ. അത്ര ഇനി പിന്നെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇനി അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് വലിയ പാടൊന്നുമില്ല. തലേ ദിവസം രാത്രിയിൽ അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്. അത്രയും സീനില്ല. രാവിലെ പിന്നെ നമ്മൾ എല്ലായിടവും ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബീഫ് ഇത്രയും വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരട്ടി എടുക്കുകയാണല്ലോ. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ 2-3-4 പ്രാവശ്യം കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല. എന്താ വെച്ചാൽ എല്ലാവരും വരുമ്പോൾ എൻ്റെ വീഡിയോഗ്രാഫറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അതൊന്ന് വെള്ളം വറ്റട്ടെ, ഒന്ന് വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം ചെറുള്ളിയും വെളുത്തുള്ളിയും വച്ചൽമുളകും കൂടെ ചതച്ചത് മൂപ്പിച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്തിരിക്കുന്ന പയറും ചെമ്മീനും കൂടെ ഇട്ടിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളം ഒന്ന് വറ്റട്ടെ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കാശ്മീരി ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. മറ്റേ സാധാ മുളക് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഈ ഒരു ലെവലായിട്ടുണ്ട് നമ്മുടെ ബീഫും നമ്മുടെ പയറുപ്പേരിയും സെറ്റ്. ഇത് മതി മക്കളെ, ചോറുണ്ണാൻ വേണ്ടിയിട്ട് അപ്പാര ടേസ്റ്റാണ് കേട്ടോ രണ്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ വറ്റി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഏട്ടനും അനിയനും അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അവർ പുറത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാര്യം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ, ഇപ്പോൾ വെയിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വായിക്ക് തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുക്കിംഗ് നടക്കണമുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ ഒന്നിട്ടായി കിട്ടണം. എന്നിട്ട് ഞങ്ങൾ ഇനി അവിടെ റൂമിലോ ഹാളിലോ ഒക്കെ പോയിട്ടിരുന്ന് കാര്യമൊക്കെ പറയും. ആ ഒരു ബോട്ടിലില്ലേ, ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ബോട്ടിൽ 2 ലിറ്റർ വെള്ളം കൊള്ളും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ആ ബോട്ടിൽ എത്തിയതിൻ്റെ ശേഷം. ചെമ്മീനായി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ വലിയ പാത്രങ്ങളൊക്കെ കഴുകിക്കുക. ചട്ടിയിൽ 2 പേര് ചോറിട്ട് പുരട്ടി കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് കഴിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ചട്ടി ഞാൻ അങ്ങനെ ഒഴിവാക്കില്ല കേട്ടോ. എനിക്ക് ചോറിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് കുറച്ച് ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു ലേശം മാറ്റി വെച്ചാൽ മതി. നല്ല പച്ചപ്പയറും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സീന് സാധനമാണ് മക്കളെ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തി മുളകിടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു കുഞ്ഞ് സവാള കനുകുനാന്നൻ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. 2 പച്ചമുളക്, 2 തക്കാളി, ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ലേശം ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. സെപ്പറേറ്റ് ഒന്നും ഇടാൻ വേണ്ടി നിന്നിട്ടില്ല. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് സമയമില്ല. തക്കാളി ലാസ്റ്റ് ഇടുക. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള
ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വാടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേപ്പിലൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഏടത്തിയമ്മയും അമ്മയും കുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ അനിയനും അനിയൻ്റെ വൈഫും പിള്ളേരും ശ്രുതിയും കുട്ടികളൊക്കെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കോളം തികഞ്ഞു എല്ലാവരും എത്തിയിട്ടുണ്ട്. കുട്ടികളും മക്കളെ ആയാൽ മതി, എനിക്ക് പിന്നെ ഒന്നും വേണ്ട. അപ്പോഴേക്കും അനിയന് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ബീഫും പിന്നെ ചോറും കുറച്ച് മോരുകറിയും ഉപ്പേരിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഒരു 10:30-11 മണിക്കായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ കഴിക്കണം, ഇല്ലെങ്കിൽ അവന് കുറച്ച് പാടാണ്. അതേപോലെ തന്നെയായിരുന്നു ഞാനും കേട്ടോ. അപ്പോൾ അവൻ കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് പയറെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്കും കൂടെ ഒരു വായ കൊടുക്കണം. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് എല്ലാവർക്കും കൊടുത്തു. ഇപ്പുറത്തെ അപ്പളേക്കും നമ്മുടെ തക്കാളിയും സവാളയും കാര്യങ്ങളൊക്കെ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറട്ടെ പൊടിയുടെ. എന്നിട്ട് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചുള്ള പുളിയും കൂടെ അത് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി വെച്ചാൽ മീൻകറിയുടെ ഗ്രേവി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചോട്ടെ. ഇനിയിപ്പോൾ ആ മത്തിയില്ലേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി പോകും. ഇതാകുമ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ അത് അങ്ങോട്ട് കൂട്ടി കഴിയും. അപ്പോൾ നമുക്കൊരു സന്തോഷമല്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ അതിനകത്ത് ഇങ്ങോട്ട് പോരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല കുറുന്നനുള്ളൊരു ചാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മീൻകറി അപ്പോൾ അതും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഫോണ് കിട്ടിയിട്ട് അതിൽ എല്ലാവരും കൂടെ ഒരു ഹുദ കളിയാണ് കേട്ടോ. ചെറുതിനോട് ദേഷ്യം പിടിപ്പിക്കൽ അങ്ങനെ ഉണ്ട്. പിന്നെ ഇവർ ചെക്കന്മാർ രണ്ടാളും കൂടെ പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ പിള്ളേരും നമ്മളെല്ലാവരും കൂടെ കടന്ന് കളിയും ബഹളവും തന്നെയായിരുന്നു കേട്ടോ. ഇനി മീൻകറി തിളയ്ക്കുന്ന സമയത്ത് എനിക്ക് പോയാൽ മതി. അപ്പോൾ റൂമിൽ ഇരുന്നിട്ട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ്. അച്ചൂട്ടൻ വരച്ചത്. അപ്പോഴേക്കും അച്ചൂട്ടൻ ഡ്രോയിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ മോനാണ് അച്ചൂട്ടൻ എന്ന് പറയുന്നത്, ആയിരിക്കുന്ന കണ്ണൻ്റെ അടുത്തുള്ളത്. പിന്നെ ഏട്ടൻ്റെ മോളാണ് ഈ റെഡ് ഡ്രസ്സുള്ളത്. അനിയൻ്റെ ചെറുതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതും. പിന്നെ അനിയൻ്റെ മൂത്ത മോളാണ് നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ടുള്ള ഉണ്ണിയില്ലേ അവൾ. വെച്ചാൽ നമ്മുടെ സിത്തുമ്മ എന്ന് പറയണത്. സിത്തുമ്മാനൊക്കെ എപ്പോഴും പുറത്ത് പോകുമ്പോൾ വളാഞ്ചേരി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിത്തുമ്മ ഇതാണോ സിത്തുമ്മ, അല്ലെങ്കിൽ സിത്തുമ്മ ആനിയൻ്റെ ആണോ ഏട്ടനെ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും വളാഞ്ചേരി വന്നാൽ ഇങ്ങനെ കണ്ട് വർത്താനം പറയാറുണ്ട്. വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി ഏട്ടനും അനിയനും പോയിട്ട് ഒരു ലോഡ് ബേക്കറിയൊക്കെ വാങ്ങി വന്നു. ഞാൻ പറഞ്ഞു പിള്ളേരെ നിങ്ങൾ എന്താ ഇവിടേക്ക് വിരുന്ന് വരികയാണോ, അതെന്ത് ഇത്രയും ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ബേക്കറിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഗസ്റ്റൊക്കെ വരുമ്പോൾ കിട്ടാന്നല്ലാണ്ട് നമ്മൾ ഇവർക്ക് ഇത് എന്തിൻ്റെ ഭ്രാന്താ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ. ഒരുപാട് ബേക്കറിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പൂജന് കുശാലായി. എന്നിട്ട് നാക്കലല്ല ഇല വെട്ടാൻ വേണ്ടിയിട്ട് ചോറായി. അപ്പം ഇനി ഈ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ കൊടുത്ത് ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് കുറേ നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിള്ളേർക്ക് വിശക്കുമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നീക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി ഫോൺ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഡെയിലി വിളിക്കുക അമ്മയാണ്. അമ്മ ഒരു ദിവസം എത്ര പ്രാവശ്യം നിന്നു. അതിപ്പോൾ നമ്മുടെ അമ്മമാർ അങ്ങനെയല്ലേ, കയ്യും കണക്കും ഇല്ലാണ്ട് വിളിക്കും. ഏടത്തിയമ്മ ശ്രുതി ഞാനൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. അതേപോലെ തന്നെയാണ് ശരണ്യൊക്കെ കേട്ടോ. ശരണ്യയുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ കൂടെ ഉള്ളവരുടെയൊക്കെ വിചാരം ഞങ്ങൾ ഇന്നും ചാറ്റ് ചെയ്യും, ഞങ്ങൾ ഇന്നും വിളിക്കുന്നതാണ്. പക്ഷേ എന്നും ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്നും വിളിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കാണുമ്പോൾ നമ്മുടെ ഒരു ബോണ്ടും സ്നേഹമൊക്കെ അല്ലേ, അത് ഭയങ്കരമാണ് കേട്ടോ. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചോറും മോരുകറിയും മീൻകറി നമ്മുടെ ബീഫ് ഉപ്പേരി എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി ഇവർ കണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടിക്ക് പിന്നെ നിലത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടേ അവന് ടേബിളിൻ്റെ പുറത്താണ് ഇരിക്കുകയെന്ന് പറഞ്ഞത്. കുട്ടികൾക്കൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പൂജ ചേച്ചിയുടെ കൂടെ ഒരു പൂജുണ്ട്. പൂജുവിൻ്റെ കൂടെയാണ് എല്ലാവർക്കും ഇരിക്കുകയും വേണ്ട. ആകെ ബഹളമാണ് കേട്ടോ. ഇങ്ങനെ കൊക്കിയിട്ട് അവൻ്റെ അടുത്ത് കാല് കുത്തി നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കില്ല. ചിലപ്പോൾ കുത്തി നടക്കും, ചിലപ്പോൾ ഇങ്ങനെ ചാടറാണ്. ഇപ്പോൾ ആശാന് കുറച്ചും കൂടെ എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. എന്നാലും നല്ല കുറവുണ്ട് കേട്ടോ, അന്നത്തെക്കാട്ടിലും കുറവുണ്ട് ഇപ്പോൾ. പിന്നെ ചെറുതിനൊക്കെ എടുത്ത് കുറേ നേരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടി മറന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞു എല്ലാവരും കൂടെ. പിന്നെ ഇതാ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അനിയനും ഫാമിലി ആദ്യം അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഏട്ടനും ഏടത്തിയമ്മയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ നമുക്കൊരു സങ്കടമാണ് കേട്ടോ. എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കില്ലേ കുറച്ച് നേരത്തിന് എന്തോ ഒരു ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോവാൻ എളുപ്പം തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ല ഇപ്പോൾ ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട്. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. ഇവർ തന്നെയാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ സിത്തുവിൻ്റെയും പിങ്കുവിൻ്റെ ഒക്കെ പ്രായമുള്ള സമയത്ത് മുതൽ എൻ്റെ പൂജ അതിൻ്റെ ചെറുതിലിപ്പം പ്രസവിച്ച മുതൽ എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ പിള്ളേരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയും അവിടെ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ A to Z കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത് എൻ്റെ ഏട്ടനും അനിയനും അമ്മയും അച്ഛയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾ, ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ ഞാനിങ്ങനെ ഒന്ന് മാറി നിന്നിട്ട്, 2-3 വർഷമായിട്ടുള്ളൂ. അതുവരെ അവരുടെ ചിറകിൻ്റെ കീഴിലായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ നട്ടപ്പാതിരക്ക് ഓടി വരാനും എന്തിനും അങ്ങനെയും നോക്കണ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ജോലിക്ക് പോവുകയാണെങ്കിലും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അച്ഛയും ഏട്ടനും അനിയനും വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേഫാണ്. എവിടെ പോയി എത്ര നേരം വൈകി വരികയാണെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല.
അങ്ങനെയും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് ഞാനിപ്പം ഇങ്ങോട്ട് മാറിയിട്ട് ഇതാ ഒറ്റയ്ക്ക് ഒരു തൻ്റെടി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാ ഏട്ടനും കൂടെ പോകാൻ നിന്നപ്പോഴേക്കും അച്ചൂട്ടൻ്റെ ഒരു കരച്ചിൽ കഴിഞ്ഞു, പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം അവന് എക്സാം ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കേട്ടോ, കണ്ണനെയും പൂജനെയും ഇന്നെ എല്ലാവരെയും ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ കളിയുടെ ഇടയിൽ നിന്ന് പോകുമ്പോൾ വലിയ സങ്കടമായിരുന്നു. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ കുഞ്ഞൊരു ക്രിസ്മസ് വ്ളോഗാണോ ചോദിച്ചാൽ കുറച്ച് മുന്നത്തെയാണ്. ഇത് ക്രിസ്മസിന് ഇട്ടുവെന്നേ ഉള്ളൂ. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കുറച്ച് മുന്നേ ഇങ്ങോട്ട് കഴിച്ചു എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ, സീ യു.